കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. ഇരുവരെയും തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ രണ്ടുപേരെയും കോതമംഗലത്തെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേസിലെ 2ഉം 3ഉം പ്രതികളാണ് മാതാപിതാക്കൾ. ഇതോടൊപ്പം ഈ റമീസിന്റെ സുഹൃത്ത് സമദും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സമദിന്റെ പേരും പരാമർശിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള റമീസിന്റെ കൂട്ടാളികൾ 2ഉം 3ഉം 4ഉം പ്രതികൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്നു വന്നത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മാതാപിതാക്കളെക്കുറിച്ചും ഈ സുഹൃത്ത് സമദിനെക്കുറിച്ചും പരാമർശമുണ്ടായിട്ടും ഇവർക്ക് ഒളിവിൽ പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി. അവർക്കെതിരെ തുടക്കത്തിൽ തന്നെ നടപടി സ്വീകരിച്ചില്ല, അവരെ ചോദ്യം ചെയ്തില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പോലീസിന് ഏൽക്കേണ്ടി വന്നതാണ്. പക്ഷെ എന്തായാലും 3 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം? 3 പേരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ? ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് എത്തിയിട്ടുള്ളത്? ടോമസ്, നിലവിൽ 3 പേരെയും അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇവരെ ഈ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇവരുടെ അറസ്റ്റ് സ്വാഭാവികമായും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യും. അതിനു മുൻപ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള ഒരു കാര്യങ്ങളാണ് ഇവർക്ക് ഇടയിലേക്ക് വന്നിട്ടുള്ളത്. ഗുരുതരമായ വകുപ്പുകളിലേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ പോലീസ് പ്രധാനമായിട്ട് തന്നെ അന്വേഷിക്കുന്നത്. കാരണം ഈ യുവതി ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അവർ മുന്നിൽ വെച്ച് തന്നെ മർദ്ദിക്കുമ്പോൾ ഇവർ എന്തായിരുന്നു, ഇവർ തടുത്തില്ലേ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഗുരുതരമായ ഒരു ആക്ഷേപം ഉയരുന്നൊരു കാര്യം, ഈ മതപരിവർത്തനം എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഇവർക്കെതിരെ ആക്ഷേപമായിട്ട് ഉയരുന്നുണ്ട്. അതിൽ എന്താണ് നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മറുപടി പറയണം. പോലീസ് നിലവിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിൽ കുറ്റം ചുമർത്താനായിട്ട് കഴിയുകയുള്ളൂ. അവർക്കെതിരെ FIR അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഭേദഗതി ചെയ്യണമെങ്കിൽ പോലും ഇതിൽ അത്തരം കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്. എന്താണ് ഈ മതപരിവർത്തനം എന്നതിന് ഈ ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കണം. പെൺകുട്ടിയുടെ കത്തിൽ ഇത് വളരെ സുപ്രധാനമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു മരണമൊഴി പോലെ തന്നെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടിയുടെ കത്തിൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടി അവർ നിർബന്ധം ചെലുത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളിൽ ഇയാളുടെ മാതാപിതാക്കൾക്ക് എത്രമാത്രം പങ്കുണ്ട്, അവർ നിർബന്ധിച്ചിട്ടുണ്ടോ, അവരേതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നാൽ കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഈ കേസ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ അത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് BJPയും അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് ഗുരുതരമായൊരു സാഹചര്യം പോലീസിന് മുന്നിലുണ്ട്. ഈ ഒരു ആക്ഷേപങ്ങൾക്ക് കൃത്യമായൊരു മറുപടി ഇവരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കണം. അതോടൊപ്പം തന്നെയാണ് ഈ റമീസിൻ്റെ അറസ്റ്റ് ഉണ്ടായ ഉടൻ തന്നെ ഇവർക്കെതിരെയും ആക്ഷേപം ഉണ്ടായിരുന്നതാണ്. അവർ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ അവർക്കെതിരെയും വന്നതാണ്. അപ്പോൾ പോലും അവരെ അറസ്റ്റ് ചെയ്യുകയോ തുടർന്ന് അവരെ നിരീക്ഷണത്തിലാക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിരീക്ഷണത്തിൽ കൊണ്ടുവരാനോ ഒന്നും തന്നെയും പോലീസ് യാതൊരു നടപടികളിലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ അവർക്ക് ഒളിവിൽ പോകാനുള്ളൊരു സാഹചര്യം പോലീസ് തന്നെ ഒരുക്കി കൊടുത്തു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ചയോളം എത്തിയാണ് ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കാനടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും വേണം. അത് കേസിൻ്റെ ഒരു മെല്ലെപ്പോക്കിനെയാണ് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിന് ഇതിനകം തന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. ഇന്നിപ്പോൾ ഒരാഴ്ചയോളം പിന്നിട്ട ശേഷമാണ് പോലീസ് അവരെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അവർ ഒളിവിൽ പോയതിനു ശേഷം തമിഴ്നാട്ടിലായിരുന്നു അവർ ഒളിവിലുണ്ടായിരുന്ന. സേലത്ത് നിന്നാണ് ഇരുവരെയും തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ റമീസിനെ ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരണം. റമീസിൻ്റെ ഇവിടെ പരിശോധിക്കേണ്ടത് ഒരു നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്, പ്രണയക്കേണി ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. കാരണം റമീസിന്റെ മാതാപിതാക്കൾ മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ആ യുവതിയെ, 23-കാരിയെ റമീസിന്റെ വീട്ടിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന് പറയുന്നുണ്ട്. ഈ സുഹൃത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ടും പരാമർശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു.
നിലവിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും പാനായിക്കുളം സ്വദേശിയാണ് യുവാവ്. അതുകൊണ്ട് തന്നെ മറ്റ് ബാഹ്യ ഇടപെടലുകളുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ സഭകളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുൻപാകെ ലഭിച്ചിട്ടുണ്ടോ? അതോ പോലീസ് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്തുന്നില്ല, പോലീസ് ഇതുവരെയും നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ടല്ലോ? പോലീസ് ഇതുവരെയും അതിനാവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇതിൽ ഇവർ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ തെളിയുള്ളൂ. അത് വളരെ ഗുരുതരമായൊരു വശം കൂടിയാണ്. അപ്പോൾ പക്ഷേ വലിയ രീതിയിൽ തന്നെ ആക്ഷേപം ഉയരുന്നതാണ്. പെൺകുട്ടിയുടെ കത്തിലടക്കമുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, പെൺകുട്ടിയുടെ മാതാവും അതോടൊപ്പം തന്നെ സഹോദരനും ഈ ആവശ്യം പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവളെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ വ്യക്തമാക്കുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന പരാതിയിലും പറയുന്നത് ഇത് സംബന്ധിയായ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം വേണമെന്നാണ്. ദേശീയ സുരക്ഷാ ഏജൻസി തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അവർക്ക് വിദേശത്തു നിന്ന് വരെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമെല്ലാം തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, മർദ്ദനമേറ്റ് ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അവരുടെ കുടുംബം പറയുന്ന കാര്യങ്ങളുടെ ഒരു വാസ്തവപരമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഈ പോലീസും എല്ലാം തന്നെ ഈ NIA അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണ കാര്യത്തിലടക്കം ഒരു റിപ്പോർട്ട് നൽകേണ്ടത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പ്രാഥമികമായി അവർ അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ പാനായിക്കുളം എന്ന കേസ് കാര്യങ്ങളും എല്ലാം തന്നെ പരാമർശിക്കപ്പെടുമ്പോൾ പാനായിക്കുളത്ത് ഈ രീതിയിലുള്ള സിമി ക്യാമ്പ്, നിരോധിത സംഘടനകൾ സിമി ക്യാമ്പ് അടക്കം നടന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ തീവ്രവാദ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരിടം കൂടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സ്ഥലവും നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ, ആക്ഷേപങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സത്യമുണ്ടോ, ഇടപെടലുണ്ടോ എന്നതെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസ് തന്നെയാണ് ഇതിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകുകയും എല്ലാം തന്നെ വേണ്ടത്. നിലവിൽ റമീസിൻ്റെ മൊബൈൽ ഫോൺ അടക്കം ഏജൻസികളുടെ നിലവിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അവർ അത് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഫോൺ കോളുകളോ അസ്വാഭാവികത നിറഞ്ഞ ഏതെങ്കിലും സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഇതിലുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പരിശോധനകൾക്ക് ശേഷമാണ് ഇയാൾ ഇന്ന് കസ്റ്റഡിയിലേക്ക് ലഭിക്കുമെന്ന് നമ്മൾ അറിയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്താണ്? ഒപ്പം തന്നെ സുഹൃത്ത് സവദ്, ഇയാൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്? എന്തിനാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്? മർദ്ദിക്കുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് തടയാതിരുന്നു? ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇയാളും ഉത്തരം നൽകേണ്ടതുണ്ട്. ആ ഒരു ഇടപെടലിൽ മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളം പ്രധാനമാണ് എന്നത് തന്നെയാണ് ഈ പരിശോധിക്കേണ്ടത്. നിലവിൽ അവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കുമ്പോൾ അത് ഈ ഒരു ഗാർഹിക പീഡന ആ ഒരു ലെവലിലേക്ക് മാത്രം കാണാതെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അതിൽ മാത്രം ഒതുങ്ങാതെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടിയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘം, 10 അംഗ അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ അവരുടെ വിശദമായൊരു ചോദ്യം ചെയ്യലുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാം. അപ്പോൾ പൊതുവിൽ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളുമാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്? ഇത് ആക്ഷേപം മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിലാണ് പ്രതി റമീസിൻ്റെ മാതാപിതാക്കളും സുഹൃത്തും പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് കാരണം 3 പേരുടെയും പേര് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നതുകൊണ്ട് 3 പേരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്.